ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ് നമ്മൾ. ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ പി കെ നിയാസ്, മാധ്യമപ്രവർത്തകൻ, ശ്രീ ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ, ഡോക്ടർ എ സമ്പത്ത്, CPIM നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അവിടെ വീഴ്ത്താനുള്ള കാരണങ്ങൾ എന്താണെന്ന് തേടിപ്പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് സംവരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷനാണ്. എന്നാൽ അതിനപ്പുറം ആ സർക്കാരിന് മേൽ വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാകുന്ന തരത്തിൽ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഏതൊക്കെ മേജർ ഫാക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ കാണുന്നത്. ഇന്നിപ്പോൾ അവിടെ പ്രക്ഷോഭകാരികൾ അവരുടെ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ കൂടുതൽ വലിയ സമരമുറകളിലേക്ക് പോകുന്നു, മുജീബ് റഹ്മാന്റെ പ്രതിമകൾ തകർക്കുന്നു, അങ്ങനെ അതിന്റെ രൂപം മാറുന്നത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു അന്തരീക്ഷ മാറ്റത്തിലേക്ക് ആ രാജ്യം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴികൾ ഏതൊക്കെയായിരുന്നു നമുക്ക് കാണാൻ പറ്റുക. തുടക്കത്തിൽ പ്രൊട്ടസ്റ്റ് പീസ്ഫുൾ ആയിരുന്ന സമയത്ത് അവർ ചെയ്തൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് പറയും, നിങ്ങളുടെ സമയം വെറുതെ കളയാണ്, ഇവിടെ ഇരുന്ന് ഈ ബഹളം വെച്ചിട്ടോ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല, ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് ഒരുപക്ഷെ അഹങ്കാരത്തിൻ്റെ സ്വരത്തിൽ പറഞ്ഞു എന്ന് പറയാം. അതുകൊണ്ടാണ് കുറച്ച് ഇൻറ്റൻസിഫൈ ചെയ്യാനും ഈ പറയുന്ന എതിർ പാർട്ടികൾക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പം നാച്ചുറലി ഇത് സംഭവിച്ചു. പിന്നെ കഴിഞ്ഞ 50 വർഷം ബംഗ്ലാദേശിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ആരാണോ അവർ സഫർ ചെയ്തിരിക്കും. ഇപ്പം ഷെയ്ഖ് ഹസീനയെ തന്നെ നമ്മൾ ഇപ്പോൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും അവരുടെ ആദ്യ കാലത്തിലൊക്കെ അവരെ നാട് കടത്തിയിട്ടുണ്ട്, അവരെ ജയിലിലിട്ടിട്ടുണ്ട്, അവരെ കാറിലിരുത്തിക്കൊണ്ട് ക്രെയിനിൽ പൊക്കി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ടോർച്ചർ എതിർപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ എതിർപക്ഷത്തിരുന്നപ്പോൾ അനുഭവിച്ചത് അവർ കഴിഞ്ഞ 15 വർഷം കൊണ്ട് അവരത് പകരം വീട്ടി. ഇന്ത്യക്ക് ഇപ്പം മുന്നുള്ള അൺസർട്ടനിറ്റീസ് ഒന്ന് അതാണ്, അതായത് എന്ത് തരത്തിലുള്ള ഇന്ററിം ഗവൺമെന്റ് രൂപപ്പെടും. 2, എന്നായിരിക്കും ഒഫീഷ്യലി ഒരു പ്രോപ്പർ ഇലക്ഷൻ ഇവർ പ്രഖ്യാപിക്കുക. 3, വന്നാൽ ഏത് ഒപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഏതൊക്കെ ഒപ്പോസിഷൻ പാർട്ടികളാണ് ഇവരുടെ റോളിൽ വരിക. അവിടെ ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഷെയ്ഖ് ഹസീനെ മാത്രമായിട്ട് അടുത്ത വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നപ്പം മൊത്തത്തിൽ ഇഗ്നോർ ചെയ്ത് വെച്ചിരുന്ന പാർട്ടികളാണ് ഈ ഒപ്പോസിഷൻ പാർട്ടികളൊക്കെ തന്നെ. സോ അവരുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവരായിരിക്കും അടുത്ത ഗവൺമെൻറ്റായിട്ട് രൂപപ്പെടാൻ പോകുന്നത്. 3ാമത്തെ കാര്യം, നമ്മുടെ നോർത്തിൽ ചൈനയാണ്. അതേ ചൈനയാണ് ഫൈനാൻഷ്യൽ ഡെറ്റ് ട്രാപ്പിൽ നമ്മുടെ വെസ്റ്റിലുള്ള പാകിസ്ഥാനെ ഫൈനാൻഷ്യൽ ഡെറ്റ് ട്രാപ്പിലാക്കിയിരിക്കുന്നു. നമ്മുടെ സൗത്തിലുള്ള ശ്രീലങ്കയെ ഫൈനാൻഷ്യൽ ഡെറ്റ് ട്രാപ്പിലായിരിക്കുന്നു. അവിടെ പോർട്ടുകൾ തുടങ്ങിയിരിക്കുന്നു, പല സംവിധാനങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി കിടക്കുന്നത് നമ്മുടെ ഈസ്റ്റിലുള്ള ബംഗ്ലാദേശാണ്. ഈ ബംഗ്ലാദേശിനെ എന്ത് തരത്തിൽ ഈ സമയത്ത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യും? കാരണം ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഏകദേശം $10 ബില്യൺ അടുത്ത് നഷ്ടം ബംഗ്ലാദേശിന് സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന ദിവസങ്ങളിൽ, ഈ ജൂലൈ ആദ്യം മുതൽ ഈ ദിവസങ്ങളിലൊക്കെ നടന്നപ്പോൾ പലതരത്തിലുള്ള പബ്ലിക് സർവീസുകൾ തടസ്സപ്പെട്ടു. ഇന്ത്യ പോലെ തന്നെ ഒരുപാട് കോൾ സെൻ്ററുകൾ ഉള്ള ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ്. ആ കോൾ സെൻ്ററുകളിലൊക്കെ തന്നെ സർവീസ് തടസ്സപ്പെട്ടു. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ ബാധിച്ചു, അവരുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ബാധിച്ചു, കൊമേഴ്സിനെ ബാധിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്. ഈ സമയത്ത് എന്ത് തരത്തിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസ് രൂപപ്പെടുത്താൻ ചൈന ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 1. 2, ഈ ഒപ്പോസിഷൻ പാർട്ടികളുടെ മെമ്പർ ഇപ്പം ചത്ര ഷിബീർ എന്ന് പറഞ്ഞ ഒരു യുവജന സംഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണെന്ന് പറയുന്നു. ജമാഅത്ത് ഇസ്ലാമിന് അലജഡ്ലി IS ആയിട്ട് ബന്ധമുണ്ടെന്ന് അവർ പറയുന്നു. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു ചലഞ്ച് ആകാൻ ഒപ്പോസിഷൻ പാർട്ടികളിലെ രൂപപ്പെടുന്ന പാർട്ടികളിൽ ഒരു അംഗം ഇവരുമാണ്. അപ്പോൾ അതും ഇന്ത്യയെ ബാധിക്കും. അടുത്തത്, നേരത്തെ ശ്രീ ഷാബു പ്രസാദ് സൂചിപ്പിച്ചു, ട്രാൻസിറ്റ് റൂട്ടുകൾ, ധാക്ക വഴിയുള്ള ബസ് റൂട്ട് പറഞ്ഞു, റെയിൽ റൂട്ട് പറഞ്ഞു, നമ്മളവിടെ തുറമുഖം തുറന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയൊക്കെ നമുക്ക് എന്ത് തരത്തിലുള്ള തുടർച്ചയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു. സോ ഇതെല്ലാം ഇന്ത്യക്ക് ഒരു ക്രൈസിസ് തന്നെയാണ്. സോ ഇനി ഇന്ത്യയും ആഗ്രഹിക്കുന്നതും അവിടുത്തെ യുവാക്കളും, മുഹമ്മദ് യൂനിസ്, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വോയിസ് ആയിട്ട് നിൽക്കുന്ന മുഹമ്മദ് യൂനിസും ആഗ്രഹിക്കുന്നത് അവിടെ പ്യുവർലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം വരണം, മെറിറ്റ് ബേസ്ഡ് ആയിട്ട് യുവാക്കൾക്ക് ജോലി കിട്ടണം. കാരണം പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലികൾ കുറവാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പം നല്ല പ്രിവിലേജസ് ഉള്ള, ശമ്പളമുള്ള, സെക്യൂരിറ്റി ഉള്ള ഗവൺമെൻറ് ജോലികളാണ് അവിടുത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കണമെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരണം.